അസ്സാം വലൈക്കും ഹായ് ഓൾ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങുകയാണ്. നമുക്കിന്നൊന്ന് കോഴിക്കോട് വരെ പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദോശമാവാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുത്ത് അങ്ങ് കഴിച്ചിട്ട് വേഗം പോവാമല്ലോ. പക്ഷേങ്കിൽ എപ്പോഴും എനിക്ക് ദോശമാവ് പൊന്തി മറിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും നന്നായി. ഈ പ്രാവശ്യവും അത് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ റേഷൻ അരി പച്ചരിയും പുഴുക്കലരിയും വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. ബേക്കിംഗ് സോഡയോ അപ്പക്കാരോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നോർമലായിട്ട് ഉഴുന്നും പച്ചരി പുഴുക്കലരിയും കൂടി മിക്സ് ചെയ്ത് അരച്ചിട്ട് ചോറൊന്നും ചേർത്തിട്ടില്ല, മിക്സ് ചെയ്ത് വെച്ചതാണ്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉപ്പിടുന്നതിന് മുമ്പ് തന്നെ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെക്കും കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ദോശക്ക് പുളിപ്പ് കൂടുതലായിരിക്കും. ഓവറായിട്ട് പുളിച്ച ദോശ നമുക്കായിരിക്കും അത്രയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ബാക്കിയുള്ള നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ചെമ്പിലുള്ളത് ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും ചുട്ടെടുക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഈ ഒരു ജോലിയാണ് ചെയ്തത്. ഇനി നമുക്ക് ചായയുടെ വെള്ളം വെക്കുകയൊക്കെ വേണം. ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത് ഒന്ന് സെറ്റാക്കാതെ ഇതിങ്ങനെ പതഞ്ഞ് പറഞ്ഞ് കാണുമ്പോൾ പിന്നെ ഒരു ഉണ്ടാവില്ലല്ലോ, നമുക്കതൊന്നും ഒതുക്കി വെക്കാതെ. അങ്ങനെ പിന്നെ വേഗം ചായക്ക് വെള്ളം വെച്ചു. പിന്നെ ചായക്ക് കഴിച്ചതിന് ശേഷം വേഗം തന്നെ ഞങ്ങൾ ചപ്പാത്തി ചുട്ട് ഞാൻ അവിടെ കിച്ചണിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം കിച്ചണിൽ ചപ്പാത്തി ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണ്. രാത്രി വന്നിട്ട് പിന്നെ ചുടാനൊന്നും കഴിയില്ല. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും ഇവിടെ പനിയാണ്, വയറിളക്കം, ഛർദി, ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പുറത്ത് പോയാൽ ഒന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര പേടിയാണ്. മഴ സീസൺ ആയാൽ ഒക്കെ എല്ലാവർക്കും പ്രശ്നമാണ്. അതുകൊണ്ട് ഒന്നാമത് ഇപ്പോൾ വന്ന് മാറിയതല്ലേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി ഇരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ വേഗം പോയി മോളെയും കൂട്ടി തിരിച്ചു വരും കേട്ടോ. വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. മോൾക്ക് 2-3 കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങളും കൂടി വേണം. അപ്പോൾ മുട്ട റോസ്റ്റ് ഒരു സൈഡിലാകുന്നുണ്ട്. അവളുടെ ഇൻറ്റേൺഷിപ്പിന് ഇപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുള്ള ബിസിനസ് പാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇൻറ്റേണിൻ്റെ കാര്യം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല കമ്പനിയിൽ. അപ്പോൾ അത് കുറച്ച് പണിയുള്ളതുകൊണ്ട് ഞങ്ങൾ പാരൻസ് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിച്ച് പെട്ടെന്ന് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും നേരത്തെ തന്നെ വരും. അപ്പോൾ രാത്രിയത്തുള്ള ബുദ്ധിമുട്ടാവും ഭക്ഷണം. വന്നിട്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കോഴിക്കോട് വരെ ട്രാവൽ ചെയ്ത് വന്നിട്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതിവിടെ സെറ്റാക്കി വെക്കുന്നത്. പെട്ടെന്നുള്ള വൈകുന്നേരമാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. തലേദിവസം വൈകുന്നേരം തീരുമാനിച്ചു. പക്ഷേ അതിനുശേഷം എൻ്റെ ഫ്രിഡ്ജിൽ ചിക്കനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം മുട്ടക്കറി അതാണ് ഉണ്ടാക്കുന്നത്. രാത്രി മുട്ടക്കറി കഴിക്കൽ വളരെ കുറവാണ് ഞങ്ങൾ. പക്ഷേ നല്ല ടേസ്റ്റാണ് മടക്ക ചപ്പാത്തിയോ ഒരു മുട്ടക്കറി. അങ്ങനെ മസാലകളൊക്കെ ഇട്ടൊന്ന് വഴറ്റി ഞാനിത് നല്ലപോലെ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഒക്കെ വരുമ്പോഴത്തേക്ക് കറി നല്ലോണം തണുത്തിട്ടുണ്ടാവും. പിന്നെ അത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ചപ്പാത്തിയും ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ എടുത്ത് ചൂടാക്കാണ് ചെയ്യുക. ഇപ്പം മഴ നിൽക്കുമ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ കേടായി പോകണ്ടെന്നുള്ളൊരു. ഇനി ബൈ ചാൻസ് നമ്മൾ കോഴിക്കോട് പോയി ലേറ്റായി ചിലപ്പോൾ പുറത്തുനിന്ന് ഫുഡെങ്ങാൻ കഴിക്കേണ്ടി വന്നാലും നമ്മൾ ഫുഡ് കളയേണ്ടി വരില്ല. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ചൂടാക്കി കഴിക്കാം. പക്ഷേങ്കിൽ ഞങ്ങൾ കഴിക്കില്ല. മാക്സിമം ഞങ്ങളുടെ ഒരു പ്രധാന ഉദ്ദേശം അതാണ്. പിന്നെ ഉച്ചക്കേക്കുള്ള ചോറ് ഞാൻ തലേ ദിവസം ഇറച്ചി ചോറായിരുന്നു, അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ ചൂടാക്കിയിട്ട് പൊതിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയപ്പോൾ എല്ലാവർക്കും ദോശ ചുട്ടു വേഗം അങ്ങ് കൊടുത്തിട്ടുണ്ട്. കാരണം ചൂടോടെ ദോശ ഇട്ട് കൊടുക്കുമ്പോൾ അതാണ്. ഇങ്ങനെ നോൺ സ്റ്റിക്ക് തവയിൽ ചുടുന്നതിനേക്കാൾ ദോശ നല്ലത് എണ്ണയൊക്കെ ഒഴിച്ച് മൊരിച്ചെടുത്തിട്ട് നമ്മളെ ഇരുമ്പ് കല്ലിൽ ചുടുന്ന ദോശയാണ് എനിക്കിഷ്ടം. എൻ്റെ ഇരുമ്പ് കല്ല് ഇപ്പം അത്രയ്ക്ക് സെറ്റായി കിട്ടുന്നില്ല. ഒരു ദിവസം ഓർമ്മയില്ലാതെ കുറേ സമയം വെയിലത്ത് വെച്ചിട്ട് അത് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പുതിയ കല്ല് വാങ്ങി സെറ്റാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനും കഴിഞ്ഞിട്ടില്ല. അതിനിടെ ഞാൻ മസാല ഉണ്ടാക്കിയില്ലേ. കാരണം ഇവിടെ ദോശക്ക് മസാല ദോശയാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. പിന്നെ കുട്ടികളെല്ലാം വെജിറ്റബിൾ കഴിക്കണമെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല മാഷാക്കി എടുത്തിട്ട് ദോശൻ്റെ ഒപ്പം ഞാൻ വെച്ച് കൊടുക്കാം കേട്ടോ പതിവ്. അങ്ങനെ മസാല ദോശ ഒരു സൈഡിൽ ചുട്ട് എല്ലാവരും കുളിച്ച് ഫ്രഷായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ വേഗം ഇറച്ചിച്ചോറ് ചൂടാക്കി കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് എവിടുന്നെങ്കിലും പിന്നെ കഴിക്കാമല്ലോ ചോറ്. എന്തായാലും ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാൻ എനിക്കും പേടിയുണ്ട്. കാരണം അത്രയും മക്കൾക്കൊക്കെ ഇപ്പം അസുഖം വന്നിട്ട് മാറിയതേ ഉള്ളൂ. രണ്ടാമത് കൂടി വീണ്ടും കഴിയില്ല. അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് അസുഖം ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനുള്ളൊരു പേടി, ആ പേടി കാരണം ഉണ്ടാക്കിയതാണ്. അല്ലാണ്ട് ഞങ്ങൾ പുറത്തുനിന്നൊക്കെ കഴിക്കലുണ്ട്. പിന്നെ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമല്ല പുറത്തെ ഫുഡ്, അതൊക്കെയാണ്. പക്ഷേ നമുക്കൊരു റിലാക്സ് എന്ന് പറയുമ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുക. ആ ഒരു സമയം നമുക്ക് കിച്ചണൊന്ന് ഫ്രീ ആക്കി എടുക്കുമല്ലോ, അല്ലാതെ നമുക്ക് പോകുന്ന സമയത്തെങ്കിലും. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഏർലി മോർണിംഗ് ഇറങ്ങി. പക്ഷേ ചോറ് തലേ ദിവസം ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് വേഗം ചൂടാക്കി നല്ലപോലെ മൊരിച്ച് ഇലയിലൊക്കെ പൊതിഞ്ഞ് കണ്ടെയ്നറിലാക്കിയതാണ്. അങ്ങനെ ഹൈലൈറ്റ് മാളിലെത്തി മോളെ കണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, നിസ്കരിക്കണം. പിന്നെ ഓളെ കമ്പനിയെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്ത് മോളെയും കൂട്ടി തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോകും. അതാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അത്രയും പേര് എനിക്ക് കുറേ ആൾക്കാർ എന്നെ വിളിക്കാൻ പോലും തുടങ്ങി. തൻ്റെ വ്ളോഗില്ല, വീഡിയോസ് ഇല്ല, യൂട്യൂബ് കംപ്ലീറ്റ് മറന്ന് ഞങ്ങളാണ് ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തത്, ഞങ്ങളാണ് കൂടെ നിന്നത്. അപ്പോൾ ബിസിനസ്സിലൊക്കെ ഇറങ്ങിയപ്പോൾ ഞങ്ങളെ മറന്നിട്ട്
ഇല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടോ എന്തോന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുമ്പോൾ വ്ളോഗൊക്കെ ചെയ്യാനിപ്പോൾ മറന്നു പോയി എന്നോട്. അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ടച്ചേ വിട്ടുപോയി ഇപ്പോൾ കയ്യിൽ നിന്ന്. അങ്ങനെ ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾ മാത്രമായിട്ടായിരിക്കും ഇങ്ങനെ ഫുഡ് കെയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്താ പറയണ്ടേ കഴിക്കുന്ന ആൾക്കാർ ഞങ്ങളേ ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അടിപൊളി ഫുഡ് അവിടുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് അവിടുത്തെ എന്താ പറയുക ലോഡഡും പിന്നെ അവിടുത്തെ മന്തിയൊക്കെ അടിപൊളി. ലോഡഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അവിടുത്തെ അൽബേക്കിലത്തെ ഹൈലൈറ്റ് മാളിലെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ കണ്ണ കൂട്ടി ഒന്നും ചുറ്റുഭാഗമൊന്നും നോക്കിയിട്ടില്ല. കാരണം നമുക്ക് പണി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മോളെപ്പോഴും പുറത്തുനിന്നുള്ള ഫുഡാണ്, അതുകൊണ്ട് തന്നെ മാക്സിമം അവൾക്കും നല്ലതാണല്ലോ. അങ്ങനെ ഞങ്ങൾ പ്രെയർ ഹാളിൽ പോയി അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഒക്കെ മോളൊക്കെ വിസിറ്റ് ചെയ്ത് കമ്പനിയൊക്കെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ പറയാം.